ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന റോജർ ഫെഡറിനെ കുറിച്ചാണ് കേട്ടോ. റോജർ ഫെഡറിൻ്റെ ജന്മദേശം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. ജനിച്ച വർഷം ഒന്ന് ഓർത്ത് വയ്ക്കുക. 1981 ഓഗസ്റ്റ് 8-നാണ്. 1981 ഓഗസ്റ്റ് 8. ടെന്നീസ് കളിക്കാരനായതുകൊണ്ട് ആ ടെന്നീസിൻ്റെ ആ കോരെന്ന് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ 1981 ഓഗസ്റ്റ് 8. ഫെഡ് എക്സ്പ്രസ്, സ്വിസ് മാസ്ട്രോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരനാണ്. ഫെഡ് എക്സ്പ്രസ് സ്വിറ്റ്സർലാൻഡിലല്ല, അപ്പോൾ സ്വിസ് മാസ്ട്രോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരനാണ്. പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. 20 ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടങ്ങളിൽ 8ഉം വിംബിൾഡണിലെ പുൽക്കോട്ടിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു റോജർ ഫെഡർ ആണ് കേട്ടോ. 1998 വിംബിൾഡൺ ജൂനിയർ കിരീടം നേടി വരവറിയിച്ചു. അപ്പോൾ വർഷം 1998 വിംബിൾഡൺ ജൂനിയർ കിരീടം നേടി വരവറിയിച്ചു. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം വിംബിൾഡൺ 2003 കേട്ടോ. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം വിംബിൾഡൺ 2003. 31 ഗ്രാൻഡ് സ്ലാം ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. എത്രയാണ്? 31 ഗ്രാൻഡ് സ്ലാം ഫൈനലുകളാണ് കളിച്ചിട്ടുള്ളത്. 20 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ വ്യക്തിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 20 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ വ്യക്തി. ഓക്കെ, അപ്പോൾ ജന്മദേശം മറക്കാണ്ട, സ്വിറ്റ്സർലാൻഡ്. പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. 20 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ വ്യക്തി. നിലവിൽ ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള മൂന്നാമത്തെ വ്യക്തി കൂടിയാണ് കേട്ടോ. നിലവിൽ ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള മൂന്നാമത്തെ വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ ആരാ? ഫസ്റ്റ് റാഫേൽ നദാൽ, 22 തവണയാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് നൊവാക് ജോക്കോവിക്, 21 തവണ. മൂന്നാമതാണ് റോജർ ഫെഡറർ, 20 തവണ കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് റാഫേൽ നദാൽ, സെക്കൻഡ് നൊവാക് ജോക്കോവിച്ച്, തേർഡാണ് റോജർ ഫെഡറർ, 20 തവണ. ഏറ്റവും കൂടുതൽ തവണ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ്. 6 തവണയാണ്. അതിൽ 5 എണ്ണം സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറും അതുപോലെ തന്നെ 1 എണ്ണം കംബാക്ക് ഓഫ് ദി ഇയറുമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് മൊത്തം 6 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കരസ്ഥമാക്കിയെന്ന് പറയുന്നത്. ഈ കംബാക്ക് ഓഫ് ദി ഇയർ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു നീ ഇഞ്ചുറി ഒക്കെ കാരണം കുറച്ച് നാൾ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് വീണ്ടും കളി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തം 6 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. റോജർ ഫെഡററുടെ 20 ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടങ്ങളിൽ 8ഉം വിംബിൾഡണിലെ പുൽക്കോട്ടിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. തുടർച്ചയായി കൂടുതൽ കാലം ലോക 1-ാം നമ്പർ സ്ഥാനത്ത് തുടരുന്ന കളിക്കാരനാണ് കേട്ടോ. തുടർച്ചയായിട്ട് കൂടുതൽ കാലം ലോക 1-ാം നമ്പർ സ്ഥാനത്ത് തുടർന്നിട്ടുള്ള കളിക്കാരനാണ്. 237 ആഴ്ചകളാണ്. ഏറ്റവും കൂടുതൽ കാലം സിംഗിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം എന്ന റെക്കോർഡ് നൊവാക് ജോക്കോവിച്ചിനാണ്. 2-ാം സ്ഥാനമാണ് റോജർ ഫെഡറർ. ഏറ്റവും കൂടുതൽ കാലം സിംഗിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനമാർക്കാണ് നൊവാക് ജോക്കോവിച്ചിനും 2-ാം സ്ഥാനമാണ് റോജർ ഫെഡറിനും കേട്ടോ. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള പ്രായം കൂടിയിട്ടുള്ള താരമാണ്. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള പ്രായം കൂടിയിട്ടുള്ള താരം. 36 വയസ്സും 320 ദിവസമാണ് കേട്ടോ. ഇനി ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിൽ കൂടുതൽ ജയം 369 തവണ ജയിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിൽ കൂടുതൽ ജയം 103 സിംഗിൾസ് കിരീടങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 103 സിംഗിൾസ് കിരീടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. വിംബിൾഡണിൽ കൂടുതൽ കിരീടങ്ങൾ നേടിയ പുരുഷ സിംഗിൾസ് താരമാണ് കേട്ടോ. വിംബിൾഡണിൽ കൂടുതൽ കിരീടം നേടിയിട്ടുള്ള പുരുഷ സിംഗിൾസ് താരമാണ്. 8 തവണയാണ്. വിംബിൾഡൺ കിരീടം നേടുന്ന പ്രായം കൂടിയിട്ടുള്ള താരം കൂടിയാണ് കേട്ടോ. 2 ഗ്രാൻഡ് സ്ലാമുകളിൽ തുടർച്ചയായിട്ട് 5 തവണ കിരീടം നേടിയിട്ടുള്ള ഏക താരമാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ US ഓപ്പണിലും വിംബിൾഡണിലും ആണ് കേട്ടോ. 2 ഗ്രാൻഡ് സ്ലാമുകളിൽ തുടർച്ചയായിട്ട് 5 തവണ കിരീടം നേടിയിട്ടുള്ള ഏക താരമാരാണ് റോജർ ഫെഡറർ. ക്ലേ ഹാർഡ് പുൽക്കോട്ടുകളിൽ 10 ATP ട്രോഫികൾ വീതം നേടിയ ഏക പുരുഷ താരമാണ് കേട്ടോ. അപ്പോൾ ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്, അവരുടെ ട്രോഫികൾ വീതം നേടിയിട്ടുള്ള ഏക പുരുഷ താരമാണ്. അപ്പോൾ എല്ലാ കോട്ടുകളും ക്ലേ ഹാർഡ് പുൽക്കോട്ടുകളിലൊക്കെ 10 ATP ട്രോഫികൾ വീതം നേടിയിട്ടുള്ള ഏക പുരുഷ താരം. 2022 സെപ്റ്റംബർ മാസം വിരമിച്ചു. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2022 സെപ്റ്റംബർ മാസമാണ് വിരമിച്ചിട്ടുള്ളത്. 2022 ലണ്ടനിൽ നടന്ന ലേവർ കപ്പിലെ റാഫേൽ നദാലിനൊപ്പം ഡബിൾസ് മത്സരത്തോടുകൂടി തൻ്റെ കരിയർ ഫെഡറർ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പഠിച്ചു വെച്ചേക്കാം. 2022 ലണ്ടനിൽ നടന്ന ലേവർ കപ്പിലെ റാഫേൽ നദാലിനൊപ്പം ഡബിൾസ് മത്സരത്തോടുകൂടി തൻ്റെ കരിയർ ഫെഡറർ അവസാനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. ലേവർ കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ടെന്നീസാണ്. അടുത്ത് നമുക്ക് ഗ്രാൻഡ് സ്ലാം നേട്ടങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്.
അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, വിംബിൾഡണും US ഓപ്പണും തുടർച്ചയായിട്ടുള്ള 5 വർഷം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കയറാം. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ള വർഷങ്ങൾ നോക്കുക. 2004, 6, 7, 2010, 17, 18 അങ്ങനെ 6 തവണയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ 2009 കിട്ടിയിട്ടുള്ളത് 1 തവണ. വിംബിൾഡൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 തവണ തുടർച്ചയായിട്ട് 2003, 4, 5, 6, 7 അങ്ങനെ കണ്ടോ, തുടർച്ചയായിട്ട് 5 വർഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ 2009, 2012, 2017 അങ്ങനെ മൊത്തം 8 തവണ. US ഓപ്പണും ഈ പറഞ്ഞ പോലെ 5 തവണ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. 4, 5, 6, 7, 8 കേട്ടോ. 2004, 2005, 2006, 2007, 2008 അങ്ങനെ 5 തവണ. ഓക്കെ, ഇനി ബാക്കിയുള്ള നേട്ടങ്ങൾ നോക്കാം. ഇനി മറ്റു നേട്ടങ്ങൾ നോക്കാം. ഒളിമ്പിക്സിൽ, അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സിൽവറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സിംഗിൾസിൽ സിൽവറാണ് കിട്ടിയിട്ടുള്ളത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിനകത്ത് ഡബിൾസിൽ ഗോൾഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ഞാൻ വേഗം പറഞ്ഞേക്കാം. ജന്മദേശം പഠിച്ചു വെച്ചേക്കാം സ്വിറ്റ്സർലാൻഡ്. പിന്നെ പുൽക്കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. 31 ഗ്രാൻഡ് സ്ലാം ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. 20 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ വ്യക്തിയാണ്. പിന്നെ നിലവിൽ ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള 3ാമത്തെ വ്യക്തിയാണ്. ആദ്യത്തെ റാഫേൽ നദാൽ, 2ാമത്തെ നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ തവണ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ്, 6 തവണ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം സിംഗിൾസിൽ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം എന്ന റെക്കോർഡ് നൊവാക് ജോക്കോവിച്ച്, സെക്കൻഡ് റോജർ ഫെഡറർ ആണ് കേട്ടോ. പിന്നെ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള താരമാണ്. പിന്നെയുള്ളത് 2 ഗ്രാൻഡ് സ്ലാമുകളിൽ തുടർച്ചയായിട്ട് 5 തവണ കിരീടം നേടിയിട്ടുള്ള ഏക താരമാണ് US ഓപ്പണിലും വിംബിൾഡണിലും. പിന്നെ ക്ലേ, ഹാർഡ്, പുൽക്കോട്ടിലെ 10 ATP ട്രോഫികൾ വീതം നേടിയിട്ടുള്ള ഏക പുരുഷ താരമാണ്. 2022 സെപ്റ്റംബർ മാസമാണ് വിരമിച്ചത്. അപ്പോൾ ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, പഠിച്ചു വെച്ചേക്കാം. 2022 ലണ്ടനിൽ നടന്ന ലേവർ കപ്പിലെ റാഫേൽ നദാലിനൊപ്പം മിക്സഡ് ഡബിൾസ് മത്സരത്തോടു കൂടി തൻ്റെ കരിയർ ഫെഡറൽ അവസാനിപ്പിച്ചു. അപ്പോൾ അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ട്. Much harder can I train? Almost every time I step on the court today, I can maybe rewrite history in some shape or form. And all I can do is give my best, then it's going to be fine.